51 കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ജമ്മു കാശ്മീരിൽ 25ഉം 10ഉം അതിനപ്പുറത്തുള്ള 4ഉം കൂട്ടു. എന്നാൽ പോലും 51 ഇടങ്ങളിൽ എന്നുള്ള കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന്റെ 7 അയലത്തു നിൽക്കാൻ കഴിയില്ല. ഇതാണ് അവസാന വിധിയോട് ചേർന്ന് നിൽക്കുന്ന സംഖ്യയെങ്കിൽ കാശ്മീരിന്റെ ജനവിധി BJPക്കെതിരായി തന്നെ കുറിക്കപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. ഇത് ആദ്യഘട്ട ഫലസൂചനകളാണെന്ന് ആവർത്തിച്ചു പറയുന്നു. എന്നിരുന്നാലും 51 ഇടങ്ങളിലേക്ക് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം അതിൽ ജമ്മുവിൽ 13 സീറ്റുകളിൽ കോൺഗ്രസ് NC സഖ്യം കോൺഗ്രസ് കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് ഈ നിമിഷം പറയാം. ജമ്മുവിൽ നടത്തിയിട്ടുള്ള മിന്നുന്ന പ്രകടനം ഈ വിജയത്തിന് ആധാരമാണ്. അങ്ങനെ കശ്മീർ താഴ്വരയിലും ജമ്മുവിലും ഒരുപോലെ നേട്ടം കൊയ്തുകൊണ്ട് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ജമ്മു ആൻഡ് കാശ്മീരിൽ അധികാരത്തിലേക്ക് എത്തുന്നതിന്റെ സൂചനകൾ രാഹുൽ ഗാന്ധി ചവിട്ട് നിന്നത് BJP ഒരുക്കിയ സുരക്ഷയുടെ കവചത്തിനുള്ളിലല്ല, ജനങ്ങളുടെ കവചത്തിനുള്ളിലാണ് എന്നുള്ളത് കൂടി പറഞ്ഞു വെക്കാൻ കോൺഗ്രസിന് സാധിക്കുന്ന പട്ടികയാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 52 എത്തുന്നു. 52-23. ജമ്മുവിൽ 14 കോൺഗ്രസ്, 24 BJP. കശ്മീർ താഴ്വരയിൽ 37 നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BJP താഴ്വരയിൽ ഒറ്റ സീറ്റിലേക്ക് പരിമിതപ്പെടുന്നു. PDP 4, മറ്റുള്ളവർ 5. ജമ്മു ആൻഡ് കാശ്മീരിലും ഒരു കൃത്യമായ ജനവിധി ഒരുപക്ഷെ എക്സിറ്റ് പോളുകളെ തന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് വരികയാണ്. 90-ൽ 53 കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ലീഡ് ചെയ്യുകയാണ്. 22 മാത്രമാണ് BJPക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. ഒരു ഹങ് അസംബ്ലി എന്നുള്ളതാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും എക്സിറ്റ് പോൾ പ്രവചനങ്ങളും പുറത്തു പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം വിജയക്കൊടി നാട്ടുമോ കാശ്മീരിൽ എന്നുള്ള ചോദ്യം തന്നെ ഉയരുകയാണ്. ജമ്മു കാശ്മീരിന്റെ വിധിയെഴുത്ത് ഈ 51-ന് അനുകൂലമായി പോകുമോ, വീണ്ടും അട്ടിമറികൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നു. അനൂപ് ദാസ് ഉണ്ട് AICC ആസ്ഥാനത്ത്. അനൂപ്, കാശ്മീരിലും കോൺഗ്രസ് സഖ്യം അധികാരത്തിലെത്താനുള്ള സാധ്യതകൾ തെളിഞ്ഞു നിൽക്കെ ഏതൊക്കെ നേതാക്കളുണ്ട് AICC ആസ്ഥാനത്ത്? ഈ ഫലസൂചനകൾ അധിക മധുരം പകരുന്നുണ്ടോ അനൂപ് AICCക്ക്? പവൻ ഖേര ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, ഹിമാചൽ പ്രദേശിലെയും ഗുജറാത്തിലെയും തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഒരേ ഒരു നേതാവ് ഇവിടെ ഉള്ളായിരുന്നു ഈ ലോണിൽ, അത് പവൻ ഖേര ആയിരുന്നു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്നു, മാധ്യമങ്ങളോട് സംസാരിച്ചു, ജയിക്കും ഉറപ്പായും ഹിമാചലിൽ എന്ന് പറഞ്ഞു. അന്ന് ആ സമയത്ത് ട്രെൻഡിൽ കുറച്ച് പിന്നിൽ നിൽക്കുകയായിരുന്നു. ആ പവൻ ഖേര തന്നെയാണ് ഇപ്പോഴും AICC ആസ്ഥാനത്തുള്ള ഏക പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹത്തോട് നമുക്കൊന്ന് സംസാരിക്കാം. മറ്റൊരു സ്ഥാപനത്തോട് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. You are very happy. Yes, we are always happy, but today we are more happy. Why? Because people's agenda has won, and it's not the Modi agenda. Modi agenda has been rejected. Modi's face has been rejected, both by Kashmir and Haryana. Sir, what about Jammu Kashmir? Both Jammu and Kashmir and Haryana, I am saying, we are headed towards a comfortable majority. ജമ്മു കാശ്മീരിലും കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് വരാൻ പോകുന്നു ഞങ്ങൾ എന്ന് പവൻ ഖേര മാതൃഭൂമി ന്യൂസിനോട് പറയുന്നു. മോദിയുടെ അജണ്ട പരാജയപ്പെട്ടിരിക്കുന്നു ഹരിയാനയിലും ജമ്മു കാശ്മീരിലും നിന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം. യെസ്, നോക്കൂ, ജമ്മുവിൽ 16 കോൺഗ്രസ്, 21 BJP. അതായത് ജമ്മുവിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് 54 ഇടങ്ങളിലേക്ക് ലീഡ് നില മെച്ചപ്പെടുത്തുന്ന കാഴ്ചയും ജമ്മു കാശ്മീരിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് 22-ലേക്ക് പരിമിതപ്പെട്ടു പോയിരിക്കുന്നു. BJP ജമ്മു കാശ്മീരിൽ അപ്രതീക്ഷിതമായ തിരിച്ചടിയുടെ സൂചനകൾ BJP പാളയങ്ങളെ പിടിച്ചു കുലുക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. ബാലഗോപാലിനെ ആവശ്യമുണ്ട് നമുക്ക്. ജമ്മുവിൽ എന്താണ് ഈ സംഭവിക്കുന്നത്? ജമ്മുവിൽ ഏതാണ്ട് ഇഞ്ചോടിഞ്ച് എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് BJP നിൽക്കുമ്പോൾ കശ്മീർ വാലിയിൽ, കശ്മീർ താഴ്വരയിൽ 37 ഇടങ്ങളിലാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വമ്പിച്ച ഒരു വിജയത്തിലേക്ക് ഒരുപക്ഷെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം എന്ന് പറയുന്നത് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം സ്വപ്നം കണ്ടതിനും അപ്പുറത്തേക്കാണ്. അവസാന ഫലസൂചനകൾ വരെ അല്ലെങ്കിൽ അവസാന വിജയം വരെ ഈ നമ്പർ ഇങ്ങനെ തുടരുമോ എന്ന ആകാംക്ഷയിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിന്റെ പാളയങ്ങൾ. എന്തായാലും ആദ്യഘട്ട ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ BJPക്ക് നൽകാൻ കഴിയുന്ന ചങ്കിടിപ്പ്, കോൺഗ്രസിന് BJPക്ക് നൽകാൻ കഴിയുന്ന ചങ്കിടിപ്പിന്റെ ആഴം എത്രത്തോളം എന്ന് നമുക്ക് ഈ പട്ടികയിൽ നിന്ന് കാണാൻ കഴിയുന്നു. റൗണ്ട് കഴിഞ്ഞു. ഇത് കൃത്യമായി നമുക്കൊരു ഫലസൂചനയായി വായിക്കാം. ഹരിയാന സമ്പൂർണ്ണമായ വിധത്തിൽ ഒരു ലാൻഡ് സ്ലൈഡ് കോൺഗ്രസ് നൽകുന്നു. ഹരിയാനയിൽ ഇനി ഒന്നും ബാക്കിയില്ല. ഒരു തിരിച്ചുനോക്കത്തിനും അർത്ഥമില്ല. കോൺഗ്രസ് വലിയ വിജയം നേടിയിരിക്കുന്നു. അതേസമയം ജമ്മു കാശ്മീരിൽ നമ്മൾ അല്പം കൂടി കാത്തിരിക്കണം. അപ്പോഴും കേവല ഭൂരിപക്ഷത്തെക്കാൾ 5-ലധികം സീറ്റുകൾ ഇതിനോടകം തന്നെ മുമ്പിൽ നിൽക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി 46 സീറ്റാണെങ്കിൽ ഇപ്പോൾ 53 സീറ്റുകൾ മുമ്പിട്ട് നിൽക്കുകയാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും. താഴ്വരയിൽ ഒരു താമരയും പൂക്കില്ല എന്നുള്ളത് പ്രവചിക്കപ്പെട്ടതാണ്. പക്ഷേ മഞ്ഞുമലകളിലേക്ക് അവിടെ താമര വിരിഞ്ഞു നിൽക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ അവിടെയും നടക്കുന്നില്ല. അവിടെയും കോൺഗ്രസിന്റെ കൊടി തന്നെ ഉയർന്നു
ഉയർന്നു പാറുന്നു. നാഷണൽ കോൺഫറൻസിന്റെ വിജയവീര്യം തന്നെ അവിടെയും തെളിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഫലസൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 54 ഇടങ്ങളിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ജമ്മു കാശ്മീരിൽ.